ഹൃദയാലയ ഹാർട്ട് ഫൗണ്ടേഷൻ ആൻഡ് റിസർച്ച് സെന്ററും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ജനറ്റിക് സെന്ററും ചേർന്ന് ട്രാവൻകൂർ സ്കൂളും ആൻഡ് ഇന്റർനാഷണൽ ഫോറിൻ ഡെവലപ്മെന്റ് ഫണ്ട്സും സംയുക്തമായി സംഘടിപ്പിച്ച ഒരു ഇന്റർനാഷണൽ സമ്മേളനം ഏപ്രിൽ 21 രാവിലെ 8:30 മൊബൈൽ താമരയിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് ഈ സമ്മേളനം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും ആരോഗ്യ രംഗത്ത് എന്തെല്ലാം പ്രയോജനങ്ങൾ സൃഷ്ടിക്കും എന്ന വിഷയത്തെ ചർച്ച ചെയ്യാൻ ആരോഗ്യ രംഗത്തെ വിദഗ്ധർ, കാർഡിയോളജിസ്റ്റ്, എഞ്ചിനീയർ, പ്രൊഫസേഴ്സ്, റിസർച്ച് ട്രെയിനീസ് ആൻഡ് സയന്റിസ്റ്റ് ഇവരുടെ മേൽനോട്ടത്തിലാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. AI ആൻഡ് റോബോട്ടിക്സ് ഉപയോഗം പ്രബന്ധത്തിലൂടെ അവതരിപ്പിച്ചിട്ട് ബോധവൽക്കരണത്തിലൂടെ ഉന്നത തലത്തിലും സാധാരണ ജനം എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം. ഇപ്പോൾ ഒരു ശൈശവ അവസ്ഥയിലാണ് AI ആൻഡ് റോബോട്ടിക്സ് ആരോഗ്യരംഗത്തിരിക്കുന്നത്. ഇവിടെ തന്നെ ആരും AI ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ഹൃദയാലയയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് ഉപയോഗിച്ച് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. രോഗി വന്നു കഴിഞ്ഞാൽ അവരുടെ ബയോമെട്രിക്സ് എല്ലാം, ഹൈറ്റ്, വെയിറ്റ്, ബോഡി സർഫസ് ഏരിയ, അവരുടെ ബോഡി കണ്ടന്റ്, അവർക്ക് എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെന്ന് റോബോട്ടിക്സ് കണ്ടുപിടിച്ചു തുടങ്ങി. ഇതങ്ങാണ്ട് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കാര്യങ്ങൾ സുഗമമായി നടക്കും. ഇതാണ് നമ്മുടെ ആദ്യത്തെ. ഞങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട് 6 മാസമായി. ഡൂയിങ് വെൽ റോബോട്ടിക്സിന്റെ പൈത്തൺ ലാംഗ്വേജ് ഉപയോഗിച്ച് ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ വെളിയിൽ രാജ്യങ്ങളിൽ നമ്മൾ പോയി സാധനം ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങണമെങ്കിൽ നിയർലി മിനിമം 10 lakhs വേണം. നമുക്കൊരു 1 lakh താഴെ ആയിട്ടുള്ളൂ ഇതിന്റെ നിർമ്മാണം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് സ്കൂളുകളിൽ വ്യാപിപ്പിക്കണം, പിന്നെ യൂണിവേഴ്സിറ്റി തലത്തിൽ കൊണ്ടുവരണം, മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനും ഇത് കൊണ്ടുവന്നേ പറ്റുള്ളൂ. കാര്യം ഇനി ഇതൊരു പ്രത്യേക ഒരു ചികിത്സാ രീതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനാണ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണ് സിംഗുലാരിറ്റി? സിംഗുലാരിറ്റി എന്ന് വെച്ചാൽ മെക്കാനിക്കലും അല്ലെങ്കിൽ ബയോളജിയും മെഷീനും തമ്മിൽ ഒരു ഫ്യൂസ് ചെയ്യാണ്. ഫ്യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ മെഷീൻ വേറെ, പേഷ്യന്റ് വേറെ, ഇവർ രണ്ടും രണ്ടാണ്. ഇപ്പൊ വരാൻ പോണത് സിംഗുലാരിറ്റി, രണ്ടും ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്യുമ്പോൾ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ the two are disappearing so that they coalesce to form a single entity that is called singularity. അതാണ് നമ്മുടെ കോൺഫറൻസിൽ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പേര് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? International Conclave on AI and Robotic for Enabling Healthcare Singularity. I hope everybody understood what is singularity. ഈ സിംഗുലാരിറ്റി ആണ് വിത്തിൻ 1 or 2 years ഇപ്പൊ കേരളത്തിലും എല്ലായിടത്തും ഹോസ്പിറ്റലുകളിൽ വരാൻ പോകും. ഇപ്പൊ തന്നെ ഞാൻ ഉപയോഗിച്ചു തുടങ്ങി. എന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു വാച്ച് നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ റിതം, ഹൃദയത്തിന്റെ ഇറഗുലാരിറ്റി, ഹൃദയത്തിന് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അവർ പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഉടനെ മെസ്സേജ് തരും. ഡോക്ടർ or patient, you are having some problem, better approach a cardiologist or better approach a physician എന്ന് പറയുന്ന വാച്ച് ഇപ്പം ഇറങ്ങിയിരിക്കുകയാണ്. അതാണ് ഞാൻ സിംഗുലാരിറ്റി കൂടെ. അപ്പൊ ആ ഇൻഫർമേഷൻ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളൊരു ഫിസിഷ്യനെയോ ഒരു ഡോക്ടറെ കാണണമെന്നുള്ളത്, അല്ല ഒരു വിദഗ്ധനെ കാണണമെന്നുള്ളത് അതിനകത്ത് വലുതാണ്. ഇപ്പോഴത്തെ അതിന്റെ പേരാണ് AI റോബോട്ടിക് വാച്ച്. ഇനി AI റോബോട്ടിക്കും തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെടും എന്നുള്ള ഒരു മിഥ്യാധാരണ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നു. ഇതിനെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തെ ഊന്നിയാണ് ഈ സമ്മേളനം നടന്നത്.